നമസ്തേ. മലയാളക്കരയിലെമ്പാടും ഈ ദിവസങ്ങളിൽ ഭീതി നിറഞ്ഞത് ഒരൊറ്റ കാരണത്താലാണ്. രോഗബാധിതരായ ചിലർ തങ്ങൾക്ക് രോഗമില്ലെന്ന ഭാവത്തിൽ നാടെങ്ങും സഞ്ചരിച്ചു. ശരിയായ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വിധേയരാവാൻ മടിച്ച് തങ്ങളുടെ യാത്ര തുടർന്നത് വലിയ അപരാധമായി തന്നെ ഏവരും ചൂണ്ടിക്കാട്ടുന്നു. അറിവില്ലായ്മയോ അറിവ് കൂടുകലോ എന്തുമാകട്ടെ കാരണം, അത്തരമൊരു മറച്ചുവെക്കലിന്റെ പരിണിത ഫലം ഒട്ടും സുഖകരമായില്ല എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമാണ്. ഇനി പറയുന്നത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന രോഗത്തെക്കുറിച്ച് മാത്രമല്ല, പിന്നെയോ ആത്മാവിലടിയുന്ന ചില ആതുരതകളെക്കുറിച്ചാണ്. മെത്രോപൊളിറ്റൻ ആന്റണി ബ്ലൂമിന്റെ വരികളിലൊന്ന് ഈ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമായി തോന്നുന്നുണ്ട്. God can save the sinner you are, but not the saint you pretend to be. പാപിയായ ഒരുവനെ ദൈവത്തിന് രക്ഷിക്കാനാവും, പക്ഷെ വിശുദ്ധനെന്ന് നടിക്കുന്നവനെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ അസാധ്യമാണ്. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഉറങ്ങുന്നവനെ ഉണർത്താം, പക്ഷെ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താനാവില്ല. ശരിക്കും നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ദുഷിപ്പുകൾ അടിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആത്മീയ ആരോഗ്യത്തെ ഹനിക്കുന്ന പാപരോഗങ്ങൾ എത്ര ആഴത്തിൽ നമ്മെ ഗ്രസിച്ചിട്ടുണ്ട്. എന്നിട്ടും വേണ്ട ചികിത്സ നേടാനോ മരുന്ന് കഴിക്കാനോ നാം വലിയ താല്പര്യം കാട്ടുന്നില്ല. പകരം ഉള്ളിലുള്ളതെല്ലാം മറച്ചു വെച്ച് പുറമെ മാന്യനും വിശുദ്ധനുമായി നാം നടക്കുന്നു. അതെത്ര വലിയ അപകടമാണ്. ദൈവത്തിന് പോലും അത്തരം നാട്ടിക്കാരെ രക്ഷിക്കാനാവില്ല സഖാവേ. എല്ലാ തവണയും നോമ്പുകാലത്ത് പറയാറുള്ള ഒരു പ്രാർത്ഥന ഇത്തവണയും ആവർത്തിച്ചോട്ടെ. എൻ്റെ അശുദ്ധി മറ്റൊരാൾ അറിയുന്നതുവരെ വിശുദ്ധനെന്ന് നടിക്കുന്ന കാപട്യത്തെ ഓർത്ത് ദൈവമേ ഞാൻ അനുതപിക്കുന്നു. സത്യമായും പശ്ചാത്താപപൂർണമായ ഒരു സത്യകുംഭസാരമാണ് ഇതിന് ചികിത്സയായിട്ടുള്ളത്. സെറാഫീം അലക്സീവിന്റെ ദ ഫോർഗോട്ടൺ മെഡിസിൻ, ദ മിസ്റ്ററി ഓഫ് റിപ്പൻറ്റൻസ് എന്നൊരു പുസ്തകം തന്നെയുണ്ട്. അപരാധപൂർണമായ ഈ മറവിയും ഒഴിഞ്ഞുമാറലും നാം അവസാനിപ്പിക്കേണ്ട കാലമാണ് നോമ്പിൻ്റേത്. ശരീരത്തിന്റെ രോഗം മറച്ചു വെക്കുമ്പോൾ തന്നെ എന്തൊരു ദുരിതമാണ് സഹജീവികൾക്ക്. അപ്പോൾ ആത്മാവിനെ ചൂഴുന്ന പാപരോഗങ്ങളെ മറച്ചു വെച്ചുള്ള നമ്മുടെ അഭിനയയാത്രകൾ സത്യത്തിൽ തലമുറകളെ തന്നെ ബാധിക്കുന്ന സംഗതിയാണെന്ന് മറക്കരുത്. ശരിക്കും സഖാവേ, ആത്മശരീര മനസ്സുകളുടെ എല്ലാ രോഗലക്ഷണങ്ങളെയും കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ മടി വിചാരിക്കരുത്. രോഗമുണ്ടെന്ന് മറ്റൊരാൾ അറിയുന്നതിലല്ല ഭയപ്പെടേണ്ടത്, അത് മറച്ചു വയ്ക്കുന്നതിലാണ്. ആദരവോടെ സഖേർ. നമസ്തേ. മാർക്കേസിന്റെ കോളറ കാലത്തെ പ്രണയം നാം വായിച്ചിട്ടുള്ളവരാണ്. ശരിക്കും ഇന്നിപ്പോൾ കൊറോണ കാലത്തെ വിശ്വാസം എന്നൊരു നോവൽ തന്നെ എഴുതാൻ നമുക്കിടയിൽ വിഷയങ്ങളുണ്ട്. മതജീവിത പരിസരങ്ങളിൽ നാം ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത തരത്തിൽ നിരോധനങ്ങളും ഇളവുകളുമൊക്കെ ഉണ്ടാകുന്നു. ആൾക്കൂട്ടം നിരുത്സാഹപ്പെടുത്തുന്നു. സത്യത്തിൽ ആൾക്കൂട്ടങ്ങൾ താന്താങ്ങളുടെ ഭക്തിയുടെ ശക്തി പ്രകടനങ്ങളായി മാറി തുടങ്ങിയ കാലത്താണ് ഇത്തരമൊരവസ്ഥാന്തരം ഉണ്ടായതെന്നോർക്കണം. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുള്ള നമ്മുടെ നാട്ടിൽ കൊറോണ കാലത്തെ ദൈവവിശ്വാസത്തിനും രണ്ട് പക്ഷമുണ്ട്. ഒന്ന്, യുക്തിമൂത്ത് ഭക്തന്മാരെ ട്രോളുന്നവരും, രണ്ട്, ഭക്തിമൂത്ത് യുക്തിമാന്മാരെ വെല്ലുവിളിക്കുന്നവരും. പകർച്ചവ്യാധിയെ ഭയന്ന് ദേവാലയങ്ങൾ അടയ്ക്കുന്നത് എന്തിനാണ്? ദൈവം സുഖപ്പെടുത്തില്ലേ എന്നൊക്കെ ചെറിയ ചെറിയ കുത്തിത്തിരിപ്പുകളുമായിട്ടാണ് യുക്തിമാന്മാരുടെ വരവ്. ഒരു പരിധിവരെ അവരുടെ ലക്ഷ്യം ദൈവമല്ല, പിന്നെയോ PKയിൽ അമീർ ഖാൻ പറഞ്ഞ മാതിരി റോങ് നമ്പേഴ്സ് തന്നെയാണ്. ഇനി മറുപക്ഷം നോക്കാം.
ഉഗ്രഭക്തന്മാരാണ് ഇവിടെ. ഇവരിങ്ങനെ താങ്കളുടെ ദൈവത്തിന്റെ ശക്തി പ്രൂവ് ചെയ്യാനുള്ള പുത്തൻ പ്രകടനങ്ങളുടെ സാധ്യത തേടുകയാണ്. കാരണം നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ ദൈവം പ്രവർത്തിച്ചാൽ ദൈവവും താനും സ്റ്റാർ ആവും എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. സത്യം പറഞ്ഞാൽ ദൈവം ഇപ്പോൾ നല്ല ആശയക്കുഴപ്പത്തിലായിരിക്കും. അതായത് താനിപ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണോ എന്നൊരു കൺഫ്യൂഷൻ. എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളുമല്ല എന്ന് പഴയ നിയമത്തിലും കുറേ നാൾ കൂടെ കൂട്ടായി നടന്ന ശീമോനോട് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണെന്ന് പുതിയ നിയമത്തിലും പറഞ്ഞ ദൈവത്തിലാണ് കൊറോണ കാലത്തെ സഭയും വിശ്വസിക്കുന്നത് എന്ന് മറക്കരുത്. നമ്മുടെ അണ്ടർ എസ്റ്റിമേഷനും ഓവർ എസ്റ്റിമേഷനും തൽക്കാലം അതിനോട് വേണ്ട. നേതി അതല്ല എന്നൊക്കെ ഋഷിമാർ പറഞ്ഞു തന്നത് ഏറ്റു പറഞ്ഞാൽ മതിയാവും. ഇൻകോംപ്രിഹെൻസിബിലിറ്റി ഓഫ് ഗോഡ് എന്നൊക്കെ പൗരസ്ത്യ ക്രൈസ്തവ താപസന്മാർ പറഞ്ഞതും ഓർത്തെടുക്കാൻ പറ്റിയ കാലമാണിത്. കാരണം സമ്പത്ത് കാലത്ത് സ്വന്തം മഹത്വം തേടിയിരുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ ആർഭാടങ്ങൾക്ക് പകരം ഈ ആപത്ത് കാലത്ത് ദൈവമഹത്വം തേടുന്ന വിശ്വാസത്തിൻ്റെ അനാർഭാടങ്ങളിൽ നമുക്കവനോട് കുറെ കൂടി പ്രണയം ജനിക്കും. കൊറോണ കാലത്തെ പ്രണയം. അവനു വേണ്ടി മരിക്കാമെന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാരുടെ കണക്കൊരു പ്രണയം. മാർക്കേസ് കോളറാക്കാലത്തെ പ്രണയത്തിൽ എഴുതിയ പോലെ ദ ഓൺലി റിഗ്രറ്റ് ഐ വിൽ ഹാവ് ഇൻ ഡൈയിങ് ഈസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ലവ്. ശരിക്കും അവനോടുള്ള പ്രണയം മരണത്തെക്കാളും തീവ്രമാണ് സഖാവേ. അതാവണം കൊറോണ കാലത്തെ നമ്മുടെ വിശ്വാസവും. ആദരവോടെ സക്കീർ. നമസ്തേ. കുറെ അധികം നല്ല പുസ്തകങ്ങൾ സമ്മാനിച്ച ഒരു കാത്തലിക് പ്രീസ്റ്റായിരുന്നു നെതർലൻഡുകാരൻ ഹെൻറി ജോസഫ് ന്യൂവൻ. അതിലൊന്നാണ് ദ റിട്ടേൺ ഓഫ് ദ പ്രോഡിഗൽ സൺ. ധൂർത്തപുത്രന്റെ ഉപമയിൽ ഊന്നുന്ന ഈ ഗ്രന്ഥരചനയ്ക്ക് എഴുത്തുകാരൻ ആധാരമാക്കിയത് ഒരു പെയിന്റിംഗ് ആണ്. റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ ദേവാലയത്തിൽ മുടിയൻ പുത്രന്റെ തിരിച്ചുവരവെന്ന പേരിൽ റംബ്രാൻഡിന്റെ ഒരു എണ്ണച്ചായ ചിത്രമുണ്ട്. മണിക്കൂറുകളോളം ആ ചിത്രത്തിന് മുമ്പിലിരുന്ന് നേടിയ കുറെ ധ്യാനാമൃതമാണ് ഈ പുസ്തകം മുഴുവൻ. പിതാവിന്റെ അനന്തകാരുണ്യത്തിന്റെ ഈ ഉപമയെ സാധാരണ പറയുക ദ പാരബിൾ ഓഫ് ലോസ്റ്റ് സൺ എന്നാണ്. എന്നാൽ ഇവിടെ എഴുത്തുകാരൻ ഈ ഉപമയെ വിളിക്കുന്നത് ദ പാരബിൾ ഓഫ് ലോസ്റ്റ് സൺസ് എന്നാണ്. നഷ്ടപ്പെട്ടു പോയ രണ്ട് മക്കളുടെ കഥയാണത്രേ. അതുമായി ബന്ധപ്പെട്ട ഒരു വിചാരം മാത്രമേ ഇപ്പോൾ നാം ഓർത്തെടുക്കുന്നുള്ളൂ. കഴിയുമെങ്കിൽ പുസ്തകം വായിക്കുന്നത് നന്നായിരിക്കും. ആത്മനിയന്ത്രണം നഷ്ടമായ രണ്ട് മക്കൾ. രണ്ട് മക്കളും പിതാവിൽ നിന്ന് അകലത്തായിരുന്നുവെന്നാണ് പറയുക. അതായത് സ്വത്ത് ചോദിച്ചു വാങ്ങി വീട്ടിൽ നിന്നിറങ്ങിപ്പോയവൻ ശാരീരികമായി അകന്നവനാണ് അപ്പനിൽ നിന്നും. ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്. എന്നാൽ മൂത്തവനാകട്ടെ വീട്ടിലുണ്ടായിരുന്നെങ്കിലും അപ്പനെ മനസ്സിലാക്കാനാവാത്ത വിധം മാനസികമായ അകലം അവർക്കിടയിൽ ഉണ്ടായിരുന്നുവെന്നാണ് പറയുക. കാരണം ഇളയവൻ തിരികെ വരുമ്പോൾ അപ്പൻ കാട്ടുന്ന സ്നേഹത്തോട് മൂത്തവന്റെ പ്രതികരണം അത് വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. ഇമോഷണലി ആൻഡ് സൈക്കോളജിക്കലി ഒരു ഡിസ്റ്റൻസ് അവനുണ്ട്. ഇവിടെ ന്യൂവൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രത്യേക സംഗതിയാണ് നമ്മേയേറെ ഭാരപ്പെടുത്തേണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ, ഐ വണ്ടർ വിച്ച് ഡസ് മോർ ഡാമേജ്, ലസ്റ്റ് ഓർ റിസെന്റ്മെന്റ്. There is so much just and righteous. There is so much judgment, condemnation and prejudice among the saints. Saints ഒക്കെ ഇൻവേർട്ടഡ് കോമയിലാണ് കൊടുത്തിരിക്കുന്നത്. There is so much frozen anger among the people who are so concerned about avoiding sin. അവിടെയും ഒരു ഇൻവേർട്ടഡ് കോമയുണ്ട്.
ഏതാണ് ഏറ്റവും കൂടുതൽ അപകടകരം? മോഹമാണോ, പകയും നീരസവുമാണോ? ഇക്കാലത്ത് ഒരുപാട് നീതിമാന്മാരുണ്ട്. വിശുദ്ധന്മാരെന്നൊക്കെ പറയപ്പെടുന്നവർക്കിടയിൽ തന്നെ പരസ്പരം കുറ്റപ്പെടുത്തലുകളും മുൻവിധികളുമുണ്ട്. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് നിർബന്ധപൂർവം പറയുന്നവർക്കിടയിലാകട്ടെ ശീതീകരിച്ച കോപം നന്നായിട്ടുണ്ട് താനും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്ത് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കണം. ഇതിലേത് പുത്രന്റെ ഇടത്തിലാണ് നാം? പലപ്പോഴും മൂത്തവന്റെ പക്ഷത്താവും. കാരണം പുറമേ നോക്കുമ്പോൾ മാന്യമായും അപ്പനോട് ചേർന്നും ജീവിക്കുന്ന മക്കളാണ് നാം. അതായത് പള്ളിയിൽ പോകുന്നുണ്ട്, നോമ്പുണ്ട്, ഉപവാസമുണ്ട്, അങ്ങനെ എല്ലാ പ്രവർത്തികളുമുണ്ട്. അല്ലാതെ പള്ളിയിൽ പോകാതെയും മുടിവെട്ടാതെയും പ്രാർത്ഥിക്കാതെ സമയം ദൂർത്തടിച്ചു കളയുന്ന വെറും സോക്കോൾഡ് ഉഴപ്പൻ മുടിയൻ പുത്രന്മാരല്ലല്ലോ നാം. ഒരു മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസിന്റെ അന്തസ്സും മാഢ്യത്വവും ഒക്കെ സൂക്ഷിക്കുന്ന അപ്പന്റെ മേൽവിലാസത്തിൽ തന്നെ അറിയപ്പെടുന്ന നല്ല മനുഷ്യരാണ് നാം. പക്ഷെ ഉള്ളിലിരിപ്പ് അത്ര നന്നല്ല. ക്രിസ്തുവിനെ പിന്തുടരുന്നത് കൊണ്ട് ക്രിസ്ത്യാനി എന്നൊക്കെ അഡ്രസ് ഉണ്ടെങ്കിലും അവന്റെ മനസ്സിലിരിപ്പുമായി നാം നല്ല അകലം സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഇടയ്ക്ക് നമ്മൾ തന്നെ പറയാറില്ലേ, അങ്ങനെ അവരോടൊക്കെ ക്ഷമിക്കാൻ നമ്മളാരാ? ക്രിസ്തുവാണ്. അത്രയ്ക്ക് കാരുണ്യം കാട്ടേണ്ട യാതൊരു കാര്യവുമില്ല. ഇവരൊക്കെ പണ്ട് നമ്മളോട് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? ഇങ്ങനെ എന്തെല്ലാം ചോദ്യങ്ങളാണ് സഖാവേ. സത്യത്തിൽ ഈ പള്ളിയിൽ പോക്കൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലുള്ളത് ശരിക്കും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാതിരിക്കുകയും ചെയ്ത് ഇങ്ങനെ എത്ര കാലം ഞാൻ മുന്നോട്ട് പോകും ദൈവമേ? ആദരവോടെ സക്കേർ. നമസ്തേ. മാസ്ക് വെച്ച മനുഷ്യരുടെ എണ്ണം കൂടിക്കൂടി വരുംതോറും ദൈവമെന്താ മിണ്ടാതിരിക്കുന്നേ? അതോ ഇനി ദൈവവും മാസ്ക് വെച്ചോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ലിനുവച്ചൻ ഒരു ഫോട്ടോ അയച്ചത്. മാസ്ക് വെച്ച യേശുവിൻ്റെ ചിത്രം. സത്യത്തിൽ മുഖംമൂടി വെച്ച മനുഷ്യർക്കിടയിൽ മുഖംമൂടി ഇല്ലാതെ നിന്നതുകൊണ്ട് മാത്രം ക്രൂശിക്കപ്പെട്ടവനാണ് മനുഷ്യപുത്രൻ. പക്ഷെ ഒരു തവണ യേശു തനിക്ക് ചേരാത്ത ചില ഭാവങ്ങൾ അണിയുന്നത് സുവിശേഷത്തിൽ കാണാം. ആ കനാന്യക്കാരി സ്ത്രീ തൻ്റെ മകളെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് എത്തുമ്പോഴാണത്. യാദൃച്ഛികമാണോന്നറിയില്ല, ഈ ഞായറാഴ്ച നമ്മുടെ ധ്യാന വിഷയവും അതാണല്ലോ. അവൾക്ക് മുമ്പിൽ 2 മുഖംമൂടികൾ യേശു വയ്ക്കുന്നുണ്ട്. നാഥ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ അടുത്തെത്തുമ്പോൾ അവൻ അവളോട് ഒരു വാക്കും പറഞ്ഞില്ല എന്നാണ് തിരുവെഴുത്ത്. എ മാസ്ക് ഓഫ് സൈലൻസ്. മൗനത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് നിൽക്കുകയാണ്. അശരണരുടെ നിലവിളി കേൾക്കുന്നവനാണ് ഇങ്ങനെ നിൽക്കുക. രണ്ടാമതും നാഥ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞവൾ വീണ് നമസ്കരിച്ചപ്പോൾ അവൻ നിഷേധവാക്കുകളുടെ മുഖംമൂടി അണിയുന്നു. എ മാസ്ക് ഓഫ് അരഗൻസ്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നാണ് പറഞ്ഞത്. കേൾക്കുമ്പോൾ എത്ര ക്രൂരമാണ്. തന്നോട് നിലവിളിച്ചപേക്ഷിക്കുന്നവളോട് ഇങ്ങനെയാണോ ദൈവം പെരുമാറേണ്ടത്? നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ഒരുപോലെ വെയിലും മഴയും പെയ്യ്ക്കുന്ന ദൈവത്തിൻ്റെ യഥാർത്ഥ ഭാവത്തിൽപ്പെട്ടതാണോ ഈ വേർതിരിവിൻ്റെ മുഖംമൂടി? അല്ല എന്നാണ് ഉത്തരം. പിന്നെ എന്തിനാണ് ഇങ്ങനെ ദൈവം ചില നേരങ്ങളിൽ മാസ്ക് വയ്ക്കുന്നത്? 2 കാരണങ്ങൾ ഈ പാഠഭാഗത്ത് തന്നെയുണ്ട്. ഒന്ന്, കനാന്യക്കാരിയുടെ വിശ്വാസത്തിൻ്റെ പരീക്ഷയാണ്. അനവധി ദൈവങ്ങൾ ആരാധിക്കപ്പെടുന്ന ബഹുദൈവാരാധനയുടെ കനാൻ നാട്ടുകാരിയാണവൾ. അവൾ യേശുവിൻ്റെ അടുത്ത് വന്നതും പല ദൈവങ്ങളുടെ അടുത്ത് പോകുന്നത് പോലെ ഇവിടെയും വന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചാണോ? ആഭിചാരക്രിയകളും അധമ സേവകളും നടത്തുന്നതിനൊപ്പം പള്ളിയിൽ പോക്ക് മുടക്കാത്ത ചില മനുഷ്യരെ പോലെ.
എ ടെസ്റ്റ് ടു പ്രൂവ് ദ ജെനുവിനിറ്റി ഓഫ് ഹർ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ആഴം പരിശോധിക്കപ്പെടുകയാണ്. ചില മനുഷ്യരുണ്ടല്ലോ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പോലും 2 വള്ളത്തിലല്ല, പറ്റുമെങ്കിൽ 6 വള്ളത്തിലെങ്കിലും കാലുവെച്ച് നിൽക്കാൻ ശ്രമിക്കുന്നവർ. അവർക്ക് പ്രാർത്ഥിച്ചാൽ ഉടനെ മറുപടി കിട്ടണം, ഇല്ലെങ്കിൽ ഒരിടത്ത് നിന്ന് അടുത്തിടത്തേക്ക് ഓട്ടമാണ്. ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന ആ അടുത്ത സ്ഥലത്ത് ഇനി ഇത്തിരി വൈകിയാലോ, അവിടുന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെയുള്ള വിശ്വാസികൾക്ക് മുമ്പിൽ ദൈവം പോലും മാസ്ക് ഇട്ട് പോകും സഹാവേ. കനാന്യക്കാരി സ്ത്രീ പരീക്ഷയിൽ വിജയിച്ച നിമിഷം അവളുടെ നിശ്ചയദാർഢ്യം വെളിപ്പെട്ട മാത്രയിൽ യേശു പറഞ്ഞതെന്താണ്? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, ഗ്രേറ്റ് ഫെയ്ത്ത് എന്നാണ് പറയുക. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ശരിക്കും ദൈവത്തിന് എന്നെ കഴിവില്ലെന്നൊക്കെ ചോദിക്കുന്നതിനിടയ്ക്കൊന്ന് ഓർത്തോണം, നമ്മുടെ അല്പവിശ്വാസങ്ങളിൽ നിന്ന് ഈ വലിയ വിശ്വാസത്തിലേക്ക് നാം വളരാൻ ചില നേരങ്ങളിൽ ദൈവം മാസ്ക് വെക്കാറുണ്ട്. രണ്ടാമത് യേശു മാസ്ക് വെച്ചത് കൂടെ നടക്കുന്ന ശിഷ്യന്മാരുടെ തെറ്റിദ്ധാരണ മാറ്റാനാണ്. യേശു അവളോട് ഒരു വാക്കും ഉത്തരം പറയാതിരുന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇതാ നോക്കൂ, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണം. യേശു എന്താ പറഞ്ഞത്? ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നാണ്. ഒരു റേസിസം മണക്കുന്നുണ്ടല്ലേ? ജാത്യാഭിമാനം ഉള്ളിൽ നിറച്ചു വെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അനുയായിയുടെ മുഖം മൂടി അണിഞ്ഞു നിന്ന ശിഷ്യന്മാർക്ക് ഇവിടെ ഒരു പുതിയ പാഠം പഠിപ്പിക്കുകയാണ് യേശു. അതിനാണ് യേശു ഇവിടെ വംശീയവാദത്തിൻ്റെ ഒരു മാസ്ക് വയ്ക്കുക, എ മാസ്ക് ഓഫ് റേസിസം. അവൻ്റെ കൂട്ടുകാരെ തന്നെ നോക്കുക. തൻ്റെ വിമോചന ദൗത്യം ലോകത്തിലെ സകല ജാതികളിലേക്കും നീളുന്നതാണ്. വർഗവർണ്ണ വംശഭേദം അതിനില്ല എന്ന് തൊട്ടടുത്ത നിമിഷം ആ വിജാതീയ സ്ത്രീയുടെ ആവശ്യം നിറവേറ്റിക്കൊണ്ട് അവനവരെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അവർ പഠിച്ചില്ല. ശീമോനൊക്കെ പിന്നീട് കൊർന്നല്യോസിൻ്റെ വീട്ടിലെത്തിയിട്ടാണ് അതിരില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ ദൂരം മനസ്സിലാക്കിയത്. ശരിക്കും സഖാവേ, നാം ഇപ്പോൾ വച്ചിരിക്കുന്ന പച്ചയും നീലയും വെള്ളയും മാസ്കുകളൊക്കെ ഊരിക്കളയുന്ന ഒരു കാലമുണ്ടാവുമല്ലോ. അന്നും നാം അണിയുന്ന ഒരു മുഖംമൂടിയുണ്ടല്ലോ, അതായത് നമ്മുടെ മുഖത്തേക്കാൾ നല്ല മുഖംമൂടിയില്ലെന്ന് പറഞ്ഞത് ഫ്രെഡറിക് നീഷയാണ്. നമ്മുടെ ആ മുഖംമൂടി, അതിനടിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പലതരം ദുഷിപ്പുകളുണ്ടല്ലോ. കാസ്റ്റിസം, നാഷണലിസം, ചർച്ചിസം എന്നൊക്കെ പറയാവുന്ന ചില ദുരഭിമാനങ്ങൾ. അതൊക്കെ തകർക്കാൻ കൂടിയാണ് ചില നേരങ്ങളിൽ തമ്പുരാൻ മൗനത്തിൻ്റെ മാസ്ക് ധരിക്കുന്നതെന്ന് ഓർക്കണം. ശരിക്കും പള്ളിക്കാർക്ക് വേണ്ടി മാത്രമല്ല ഉണ്ടാവേണ്ടതെന്നും അത് സകല മനുഷ്യർക്കുമായുള്ള ശരണാലയമാണെന്നും നമ്മുടെ പത്തനംതിട്ട തണ്ണിത്തോട്ടെ പിള്ളേർ പഠിപ്പിച്ചതും ഇതുപോലെ മാസ്ക് വെച്ചാണെന്നത് എത്ര സുന്ദരമായ പാഠമാണ്. ആദരവോടെ സക്കേർ. നമസ്തേ. ഒരു വെള്ളപ്പൊക്ക കാലത്ത് ഒരാൾ തൻ്റെ വീടിൻ്റെ മേൽക്കൂരയിൽ കയറിയിരിപ്പാണ്. അവിടെ ഇരുന്ന് തന്നെ ഈ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അതുവഴി ഒരു മനുഷ്യൻ വള്ളം തുഴഞ്ഞു വന്നു. ഇതിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. നമ്മുടെ കഥാപുരുഷൻ്റെ മറുപടി അറിയാമല്ലോ. ഏയ് സാരമില്ല, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ വന്ന് രക്ഷിച്ചോളും. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു മോട്ടോർ ബോട്ട് വന്നു. വേഗം ഇതിൽ കയറിക്കൊള്ളൂ, വെള്ളം ഉയർന്നു വരികയാണ് എന്ന് അതിലുണ്ടായിരുന്നവരും വിളിച്ചു പറഞ്ഞു. ഇയാളുടെ മറുപടി പഴയത് തന്നെ, പൊയ്ക്കോ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് വിശ്വാസമുണ്ട്, ദൈവം രക്ഷിക്കും. കുറെ കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ മാത്രമാണ് അവിടെയുള്ളത്. വെള്ളം മേൽപ്പുരയോളം എത്തി. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ അതുവഴി എത്തി. കയറിൽ പിടിച്ച് കയറി വരാൻ അതിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഇയാൾ എന്താ പറഞ്ഞെന്നറിയാലോ? നോ താങ്ക്സ്, ഐ എം പ്രേയിങ് ടു ഗോഡ് ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു സേവ് മീ.
ഐ ഹാവ് ഫെയ്ത്ത്. കോപ്റ്ററും പോയി. പെട്ടെന്ന് തന്നെ ജലനിരപ്പ് ഉയർന്നു. ഈ മനുഷ്യൻ മുങ്ങിപ്പോയി. മരിച്ചയാൾ മുകളിലെത്തി. ദൈവത്തെ കണ്ടു. പരാതി പറഞ്ഞു. എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു ദൈവത്തിൽ. എന്നിട്ടും നീ എന്നെ രക്ഷിച്ചില്ല. എന്താ കാരണം? ദൈവം പറഞ്ഞു, മകനെ, ആദ്യം ഒരു വള്ളം, പിന്നെ ഒരു വലിയ ബോട്ട്, പിന്നെ ഹെലികോപ്റ്റർ തന്നെ അതുവഴി അയച്ചിരുന്നു. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്ത് രക്ഷപ്പെടുത്താനാണ്? ശരിക്കും സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള ആചാരരീതികളുടെ പാലനത്തിലെ ഭേദഗതികൾ വിശ്വാസത്തെ ബാധിക്കുമോ എന്നൊക്കെയുള്ള ചില അനാവശ്യ സന്ദേഹങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ ഓർത്തത്. ആപത്തുകൾ ഒഴിവാക്കാൻ ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്നത് മതവിശ്വാസത്തിന് പിന്നീട് ഹാനികരമാകുമോ എന്നൊക്കെയാണ് സംശയങ്ങൾ. പിന്നെ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ചിലരുണ്ടല്ലോ, വേണമെങ്കിൽ ആചാരലംഘനമാവാമല്ലേ, മതാചാര്യന്മാർ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിലർ കവർ സ്റ്റോറികളും വന്നു കഴിഞ്ഞു. അങ്ങനെ പറയിപ്പിക്കാൻ നമ്മുടെ കഥാപുരുഷനെ പോലെ ചിലരിപ്പോഴും പുരപ്പുറത്ത് കയറിയിരിപ്പുണ്ട്. പറയാതെ വയ്യ. സത്യത്തിൽ മതം ഒരു ശാസ്ത്രമാണെന്ന് മറക്കുകയും ശാസ്ത്രം ഒരു മതമായി തീരുകയും ചെയ്യുന്ന കാലത്ത് ഇത്തരം ആശയ സംഘർഷങ്ങൾ ഉറപ്പാണ്. യഥാർത്ഥത്തിൽ രണ്ടും സത്യമാണ് അന്വേഷിക്കുന്നത്. മതം വളരെ സബ്ജക്റ്റീവായും ശാസ്ത്രം ഒബ്ജക്റ്റീവായും നീങ്ങുന്നു. റിലിജിയൻ ഈസ് ദ സയൻസ് ഫോർ റിയലൈസേഷൻ എന്നല്ലേ പറയുക. ആത്മനിഷ്ഠമായ സത്യാന്വേഷണത്തിൻ്റെ വഴിയിൽ മനുഷ്യബോധത്തിൽ കടന്നുകൂടുന്ന കലർപ്പുകളുടെയും മലിനതകളുടെയും അവയെ അകറ്റാനുള്ള വഴിയായിട്ടാണ് ഓരോ മതത്തിൻ്റെ ആചാരവും നിലകൊള്ളുന്നത്. നിർഭാഗ്യവശാൽ ഹൃദയശുദ്ധിയിലൂടെ സാധ്യമാകുന്ന സത്യദർശനം എന്ന ആത്യന്തിക ലക്ഷ്യവും അതിൻ്റെ മാർഗവും മറന്ന് മതമൊരു സയൻസ് എന്ന നിലയിൽ നിന്ന് ബിസിനസ് എന്ന നിലയിലേക്ക് മാറുന്ന കാലത്താണ് നാം പരാജയപ്പെട്ടു പോവുക. അതുപോലെ തന്നെയാണ് വസ്തുനിഷ്ഠമായ പഠനങ്ങളുടെ വെളിച്ചത്തിൽ സത്യമറിഞ്ഞിരുന്ന ശാസ്ത്രം അതിൻ്റെ താല്പര്യങ്ങളെ ബിസിനസ്സാക്കി തീർത്ത കാലം മുതൽ അതുമൊരു മതം പോലെ, ഇപ്പോഴത്തെ മതം പോലെ ആയിത്തീരുകയാണ്. സ്വയം തിരുത്താത്ത അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമാണല്ലോ ഇപ്പം എല്ലാ മതങ്ങൾക്കും പൊതുവായിട്ടുള്ളത്. നമ്മുടെ പള്ളി കോണ്ടെക്സ്റ്റിൽ തന്നെ ചിന്തിച്ചാൽ സാനിറ്റൈസർ ഉപയോഗിച്ച് പള്ളിയിലേക്ക് കയറിയതും പരസ്പരം സമാധാനം കൊടുക്കുന്ന ഹസ്തസ്പർശനം ഒഴിവാക്കിയതും ഇന്ന് രോഗപ്രതിരോധ സംവിധാനമായിട്ടാണ്. ശരിക്കും നാം ഇന്ന് ചെയ്തത് നാം ഇതുവരെ ചെയ്തു പോകുന്നതിൻ്റെ അർത്ഥം ഒന്ന് ഓർമ്മിപ്പിക്കാൻ കൂടെയല്ലേ. ശരീരത്തെ ബാധിക്കുന്ന ഒരു രോഗപ്പകർച്ച സമൂഹത്തെ ബാധിക്കാതിരിക്കാൻ നാം ഇങ്ങനെ കൈകൾ കഴുകുന്ന പോലെ ഇനിയുള്ള പള്ളിപ്രവേശനങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിൻ്റെ രോഗങ്ങളെ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ അനുതാപത്തിൻ്റെ കണ്ണുനീർ കൊണ്ടൊരു ഉൾക്കഴുകലുണ്ടായാൽ എത്ര നന്നായേനെ. ഒപ്പം പരസ്പര സ്നേഹമില്ലാതെ കൊടുത്തു പോരുന്ന നമ്മുടെ സമാധാന ചുംബനങ്ങളെ, അവയെക്കുറിച്ചുകൂടി ഒന്ന് ധ്യാനിക്കാൻ ഈ താൽക്കാലിക നിരോധനം ഇടയാക്കിയെങ്കിലോ? അപ്പോൾ മാത്രമാണ് ആചാരങ്ങൾ അവയുടെ യഥാർത്ഥ ശാസ്ത്രീയ മാനം തിരികെ പിടിക്കുന്നതും മതവും ശാസ്ത്രവും അവയുടെ കച്ചവടങ്ങൾ അവസാനിപ്പിക്കുന്നതും. ചാർവാകനെ പോലും ദർശന സംഹിതയിൽ ഉൾപ്പെടുത്തിയ ഭാരതത്തിലെങ്കിലും മതവും ശാസ്ത്രവും ഈ കാലത്ത് കച്ചവടത്തിനിറങ്ങുന്നത് ഒട്ടും നല്ല കവർ സ്റ്റോറി അല്ല സഖാവേ. ഇറ്റ്സ് എ ഡർട്ടി ബിസിനസ്. ആദരവോടെ, സക്കീർ. നമസ്തേ. അകത്തും പുറത്തുമൊക്കെ ഭീതി നിറയുന്ന കാലത്ത് ഒരു പുസ്തകം ഓർമ്മ വരുന്നുണ്ട്. പീമ ചോജൂണിൻ്റെ ദ പ്ലേസസ് ദാറ്റ് സ്കെയർ യു, എ ഗൈഡ് ടു ഫിയർലെസ്നെസ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. ഒരു അമേരിക്കൻ ബുദ്ധിസ്റ്റ് നണ്ണാണ് എഴുത്തുകാരി.
ഭയമില്ലായ്മ അഥവാ നിർഭീകത്വം ഒരാളിൽ രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് പറയുന്ന പുസ്തകം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു റെക്കഗ്നൈസ് ദ ഇംപെർമനൻസ് ഓഫ് തിങ്സ്. സകലവും മാറ്റത്തിന് വിധേയമാണെന്ന പാഠം ഉൾക്കൊള്ളുകയാണ് ആദ്യപടി. ഇതും കടന്നു പോകും എന്നിങ്ങനെ ഇപ്പോൾ എല്ലാവരും പറയുന്ന മാതിരി. സത്യത്തിൽ ഇത്തരം ദുരിതാനുഭവങ്ങളൊക്കെ വരുന്ന കാലത്താണ് ഈ വലിയ വിവേകം നമ്മിൽ ഉദിക്കാറുള്ളത്. നല്ല സുഖാനുഭവങ്ങളിൽ കഴിയുമ്പോഴും ദിസ് ടു ഷാൽ പാസ്, ഇതും കടന്നു പോകുമെന്ന തോന്നലുണ്ടെങ്കിലല്ലേ ഒരാളെ ആത്മജ്ഞാനി എന്ന് വിളിക്കാനാവും. വെറുതെ ചുറ്റുപാടുകളിലേക്ക് നോക്കുക. നിരന്തരം മാറുന്ന ഫോണുകളും കാറുകളും വീടുകളും ദേവാലയങ്ങളും എന്നിങ്ങനെ നാം ഇപ്പോൾ തൊട്ടടുത്ത് കാണുന്നവ മാത്രമല്ല സഖേ, ഋതുക്കളും നദികളും എന്തിനു ഭൂമി തന്നെയും നിരന്തരം പ്രയാണം തുടരുകയാണ്. ഇറ്റ് ഈസ് ദ നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ദി യൂണിവേഴ്സ്. നശ്വരവും പരിണാമവിധേയവുമായ ഈ പ്രകൃതി തത്വം വിസ്മരിച്ച് നമ്മുടെ കംഫർട്ട് സോണുകളിൽ കഴിയുന്ന നേരത്താണ് നമ്മുടെ സുഖാനുഭവങ്ങൾക്ക് ഭംഗം വരുന്ന മാത്രയിൽ നമ്മിൽ ഭീതി ഉണരുന്നത്. അയ്യോ, ഇതുവരെ ഉണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെടുകയാണ്. പരിണാമസന്ധികൾ മനുഷ്യ ചരിത്രത്തിനുമുണ്ടെന്ന് മറക്കരുത്. ഗുണപരമായ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കപ്പെടുവാനാണ് നാം പ്രാർത്ഥിക്കുന്നത്. അത്രയും തന്നെ അപ്ഡേറ്റഡ് ആവാത്തതെല്ലാം ഔട്ട്ഡേറ്റഡ് ആകുമെന്ന് ഉറപ്പല്ലേ? ഈ ദിവസങ്ങളിൽ കേട്ട ഒരു വിചാരം പോലെ, നേച്ചർ ഈസ് എ ഗ്രേറ്റ് എക്സ്പെരിമെന്റർ. ബേസിക്കലി ഇറ്റ് ഡിസ്കാർഡ്സ് ദ സ്പീഷീസ് that is not supporting the whole. How sure are we about the success of this human species? മനുഷ്യവംശത്തിന്റെ അതിജീവനത്തെക്കുറിച്ചാണ് ഒരു ചോദ്യം ഉന്നയിച്ചത്. ജീവന്റെ നൽവാഴ്വിന് വിരുദ്ധമായി നിൽക്കുന്നതിൽ മറ്റേത് ജീവികളെക്കാളും അതിക്രൂരനായി മാറിയ മനുഷ്യവംശത്തിന്റെ അതിജീവനത്തെക്കുറിച്ചാണ് അവർ ആശങ്ക പങ്കുവച്ചത്. നമ്മുടെ സ്വകാര്യ സുഖാനുഭവങ്ങളുടെ തകർച്ച മാത്രമാണ് നമ്മെ ഭീതിപ്പെടുത്തുന്നതെങ്കിൽ അതിൽ നിന്ന് നാം പുറത്തു വരണം. ആ സങ്കുചിതത്വത്തിൽ നിന്നുള്ള ഒരു തുറവി നമുക്കുണ്ടാവണം. മാറ്റങ്ങൾക്ക് വിധേയമായ ലോകത്തിൻ്റെ മിഥ്യകളെ നാം അംഗീകരിക്കണം. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് സറണ്ടറിങ് അവർ ഈഗോ. ഹൂ മൂഡ് മൈ ചീസ് എന്ന ബെസ്റ്റ് സെല്ലർ പോലെ എൻ്റെ സുഖാനുഭവങ്ങൾക്ക് ഭംഗം വരുത്തിയത് ആര് എന്ന ആശങ്കയിൽ നിന്നിറങ്ങി വരണം. അതിനാദ്യം എൻ്റെ ഞാൻ എന്ന വിചാര ലോകത്ത് നിന്ന് ഇറങ്ങണം. എൻ്റെ ശരിതെറ്റുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കണം. അല്ലാത്തപക്ഷം ഈ വലിയ ലോകത്തിൽ നാം വല്ലാതെ ചെറുതായി പോകും സഖേ. തേർഡ് സ്റ്റെപ്പ് ഈസ് ടു അക്നോളജ് അവർ സഫറിങ്സ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ. നമുക്കുണ്ടാവുന്ന അതൃപ്തികളെയും കൈപ്പേറിയ അനുഭവങ്ങളെയും ഉൾക്കൊള്ളാനാവാതെ വളരെ പെട്ടെന്ന് അത് മറികടക്കാനുള്ള കുറുക്കുവഴികൾ നാം തേടാറുണ്ട്. ആരെയെങ്കിലും കുറ്റപ്പെടുത്തുക, പഴിചാരുക, അങ്ങനെ തുടങ്ങി ലഹരികളിൽ വരെ അതെത്താം. എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് ബോധപൂർവം ഒന്ന് നോക്കുക. ബി മോർ ഓപ്പൺ ടു വാട്ട് സ്കെയർ യു. വിത്ത് കോൺഷ്യസ്നെസ് വി ക്യാൻ റെസ്പോണ്ട് ഡിഫറൻ്റ്ലി rather than responding out of our fear, ego or permanence. ഭയവും അഹവും സ്ഥിരവാശികളും ഉപേക്ഷിച്ച് ബോധപൂർവം നേരിടുക സമ്പത്തിനെയും ആപത്തിനെയും. അങ്ങനെയെങ്കിൽ നല്ല കാലത്തും ചീത്തക്കാലത്തും നമുക്കൊരുപോലെ ഇന്റേണൽ ബാലൻസ് സൂക്ഷിക്കാനാവും എന്ന പാഠമാണ് ഈ പുസ്തകം സമ്മാനിക്കുന്നത്. ഈ ക്വാറന്റൈൻ പീരീഡിൽ പേടിച്ചിരിക്കുമ്പോൾ വെറുതെ നേരം പോകാനെങ്കിലും ബൈബിൾ കുറെ കൂടി ഒന്ന് വായിച്ചു നോക്കണം. ഭയപ്പെടരുത് എന്ന് ഇത്രയും വട്ടം ആവർത്തിച്ച് പറയുന്ന മറ്റൊരു പുസ്തകമില്ലെന്ന് അപ്പോൾ നാം അറിയും. ഒപ്പം കുറെ കൂടി വിനയത്തോടും കാരുണ്യത്തോടും നിർഭയത്തോടും ഈ മണ്ണിൽ നിലനിൽക്കാൻ നമുക്കാവും സഖാവേ. ആദരവോടെ സഖേർ. നമസ്തേ. നോമ്പുകാലം പാതി വഴിയിലെത്തി. ദേവാലയങ്ങളുടെ മധ്യേ കുരിശുയർത്തുന്നത് ഈ നാളിലാണ്.
അന്നേ ദിവസം തിരുവെഴുത്തിൽ നിന്നും നാം ധ്യാനിക്കാറുള്ള വരികൾ നോക്കുക. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചു. ഇങ്ങനെ യേശു നിക്കോദിമോസ് എന്ന പരീക്ഷ പ്രമാണിയോട് പറഞ്ഞ വരികളാണിവ. നമുക്കറിവുള്ളതുപോലെ ഈജിപ്തിൽ നിന്നുള്ള പ്രയാണകാലത്ത് വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് ഞങ്ങളെ എന്തിനു കൊണ്ടുവന്നുവെന്ന് പറഞ്ഞ് മന്നായെപ്പോലും അവർ ദുഷിച്ചു പറഞ്ഞു. അപ്പോൾ അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റ് അനേകർ മരിച്ചു വീണു. തങ്ങൾ ദൈവത്തിനും നിനക്കുമെതിരായി സംസാരിച്ച് പാപം ചെയ്തിരിക്കുന്നുവെന്ന് ജനം മോശയോട് പറഞ്ഞപ്പോൾ അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവകൽപ്പന പ്രകാരം മോശ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നീട് സർപ്പദംശനമേറ്റവരെല്ലാം അതിന്മേൽ നോക്കി മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഫറവോയുടെ ക്രൂരമായ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിച്ച് വിശപ്പിന് അപ്പമായും ദാഹത്തിന് ജലമായും രാത്രിയിൽ അഗ്നിത്തൂണായും പകൽ മേഘസ്തംഭമായും വഴിയാത്രയിൽ കൂടെ നടന്ന ദൈവസ്നേഹത്തെ മറന്നുള്ള അഹന്തയുടെ ഈ പിറുപിറുക്കലുകൾ പ്രതിയാണ് സർപ്പവിഷമേറ്റുള്ള മരണത്തിലേക്ക് ജനം വീണുപോയത്. ദൈവസ്നേഹത്തിൽ വസിക്കുക എന്നാൽ അവന്റെ കൽപ്പനകളെ പാലിക്കുകയാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. ഏദനിൽ പോലും ദൈവസ്നേഹം മറക്കുന്നിടത്താണ് അവന്റെ കൽപ്പന ലംഘിക്കപ്പെട്ടതും പാമ്പ് ആദ്യ മനുഷ്യരെ വീഴ്ത്തിയതും. യുക്തിയും ജ്ഞാനവും നിറഞ്ഞ നിക്കോദിമോസിനോടാണ് തന്റെ കുരിശുമരണത്തെയും വീണ്ടെടുപ്പിനെയും കുറിച്ച് യേശു ഇവിടെ പറഞ്ഞത്. പൈശാചിക ബോധ്യങ്ങളുടെ അടിമത്തത്തിൽ നിന്നും സനാതനമായൊരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണത്തിന്റെ പാതയാണ് ക്രിസ്തു മനുഷ്യവംശത്തിന് തുറന്നു വെച്ചത്. വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും അത് തിരിച്ചറിയാതെ തിന്മ പ്രവർത്തിക്കുക എന്നാൽ അത് ദൈവസ്നേഹത്തെ വീണ്ടും വീണ്ടും വിസ്മരിക്കുക തന്നെയാണ്. മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തിന് മരണത്തെ നിരോധിക്കാനായി. എങ്കിൽ ദൈവസ്നേഹത്തിന്റെ കടലിരമ്പം മുഴങ്ങുന്ന കുരിശിലേക്ക് ഉറ്റുനോക്കാൻ നമ്മെ ഉണർത്തുന്ന പാതിനോമ്പിന്റെ ദിനം മരണകരമായ ബാധകൾ ലോകത്തെ ചൂഴുന്ന ഈ നാളുകളിൽ എത്രമേൽ ഗൗരവതരമാണ്. ഇതുവരെ കരുതിയ നിത്യസ്നേഹം മറന്ന താൻ പോരുമയുടെ ജൽപ്പനങ്ങൾ കൊണ്ട് നാം മലീമസമാക്കിയ നമ്മുടെ പരിസരങ്ങളെ പ്രതി എത്ര വട്ടം കൈകൾ കഴുകിയാൽ ഇനി മതിയാവും സഖേ. നമുക്കൊന്ന് കണ്ണുകൾ ഉയർത്തി നോക്കാം അവനിലേക്ക്, നാം മറന്ന അവന്റെ സ്നേഹത്തിന്റെ കൊടുമുടിയിലേക്ക്, ഗോകുൽത്തായുടെ നെറുകയിലേക്ക് തന്നെ. ആദരവോടെ സഖേർ. നമസ്തേ. മനുഷ്യരുടെ മരണഭീതിയുമായി ബന്ധപ്പെട്ടാണ് മതങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലേറെയും ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ചും ഒപ്പം ഇനിയൊരു ജീവിത സാധ്യത എന്ത് എന്നതിനെക്കുറിച്ചും ഏറ്റവും ഗൗരവമായി ചിന്തിച്ചു തുടങ്ങുന്നത് ഒരാൾ മരണമുഖത്തെത്തുമ്പോഴാണ്. എന്തായിരുന്നു ജീവിതം? എന്തിനായിരുന്നു ജീവിതം? എങ്ങനെയായിരുന്നു ജീവിതം എന്നിങ്ങനെ കുറേ അധികം വിചാരങ്ങൾ അപ്പോൾ അവനിൽ നിറയും. ഇനി എന്ത് എന്നൊരു വലിയ ചോദ്യം മുന്നിൽ അവശേഷിക്കും. ആത്മാന്വേഷണത്തിന്റെ നവജാലകങ്ങൾ ഒരുവനിൽ തുറന്നു വരിക അത്തരം നിമിഷങ്ങളിലാണ്. താൻ ഇതുവരെ ശരണം വെച്ചിരുന്നവയ്ക്കെല്ലാം പരിമിതിയുണ്ടെന്ന് അവനറിയും. യുക്തി, സ്വത്ത്, ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എല്ലാം ഉപകാരപ്പെടാതെ വരുന്നു. എന്തിന്? താൻ ഇതുവരെ ശത്രുക്കളായി കരുതിയവരൊന്നുമല്ല യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ഏറ്റവും വലിയ എതിരാളി എന്ന് പോലും അവൻ തിരിച്ചറിയും. നിസ്സാര കാര്യങ്ങളെ പ്രതി നടത്തിയിരുന്ന പരക്കം പാച്ചിലുകൾക്കും ശണ്ടകൾക്കും വാഗ്വാദങ്ങൾക്കും എന്തർത്ഥമുണ്ടായിരുന്നെന്ന് മനുഷ്യനറിയും.
അവനിൽ ക്ഷമ നിറയും, സ്നേഹമുണരും, പ്രാർത്ഥന ഉയരും. അതീതമായൊരു ബോധമണ്ഡലത്തിലേക്ക് താൻ ആനയിക്കപ്പെടും. ഇന്ന് ഭൂമിയിൽ പ്രാർത്ഥനകൾ നിറയുകയാണ്. മതങ്ങളും വിശ്വാസങ്ങളും അവയുടെ കെട്ടുകാഴ്ചകളൊക്കെ അഴിച്ചുവെച്ചു തുടങ്ങി. സ്ഥൂല ലോകത്തെ പ്രതിയുള്ള അധ്യാത്മ വിചാരത്തിൽ നിന്നും സൂക്ഷ്മലോകത്തെ പ്രതിയാണ് വിശ്വാസം നിലനിൽക്കേണ്ടത് എന്ന തിരിച്ചറിവിലേക്ക് നാം പതിയെ മാറിത്തുടങ്ങുന്നു. തികച്ചും ഭൗതികമായ പരിസരങ്ങളുടെ കാവൽക്കാരനായി നിർത്തിയിരുന്ന ദൈവത്തെ നിന്റെ ആന്തരികതയുടെ കാവലാളായി തിരികെ പിടിക്കണം. സത്യമായും നാം ശുദ്ധ പ്രാർത്ഥനകൾ മറന്നിരുന്നു. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നമുക്ക് മാറ്റമുണ്ടാവാനല്ല, നമ്മുടെ ചുറ്റുപാടുകൾ മാറുന്നതിന് വേണ്ടി മാത്രമാണ്. തികച്ചും ഭൗതികമായ ചില മാറ്റങ്ങൾക്ക് വേണ്ടി മാത്രം. അമ്മ തെരേസ പറഞ്ഞത് മറക്കണ്ട. I used to believe that prayer changes things, but now I know that prayer changes us and we change things. ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് പ്രാർത്ഥന കാര്യങ്ങളെയൊക്കെ മാറ്റുമെന്നാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ അറിയുന്നു, പ്രാർത്ഥന നമ്മെയാണ് രൂപാന്തരപ്പെടുത്തുന്നത്. നാം ലോകത്തെ രൂപാന്തരപ്പെടുത്തും. ശരിക്കും പ്രാർത്ഥിക്കണം സഖാവേ. ഈ നിമിഷങ്ങളിൽ ഏത് കാലത്തിൻ്റെയും മരണമുഖങ്ങൾ നമ്മുടെ പരിമിതികളെ ഓർമ്മിപ്പിക്കും. പക്ഷേ പ്രാർത്ഥനയുടെ ചിറകുകൾ കൊണ്ട് ഏത് ദുർഘട നിമിഷങ്ങളെയും നാം അതിജീവിക്കുമെന്ന് ഉറപ്പാണ്. ആദരവോടെ, സഖേർ. നമസ്തേ. നാഷണൽ ജോഗ്രഫിക് മാഗസീനിൽ ഒരു വർഷം മുമ്പ് വന്നൊരു ലേഖനമുണ്ട്. ഇൻ എക്സൈൽ, ഹീബ്രൂസ് ഫൗണ്ട് ഹോപ്പ് ഇൻ പ്രൊഫറ്റ് എസെക്കിയൽസ് വിഷൻസ്. ഒരു സബ് ടൈറ്റിലും കൂടെ ഉണ്ടായിരുന്നു. ദ പ്രൊഫറ്റ്സ് വിഷൻ ആഫ്റ്റർ ദ ഫോൾ ഓഫ് ജെറുസലേം ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് എ ന്യൂ ജൂവിഷ് ഐഡന്റിറ്റി. ലേഖനം തുടങ്ങുന്നത് തന്നെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇത്ര വലിയൊരു ദുരന്തം അനുവദിച്ചത്? ദേവാലയ ആരാധന നിന്നു പോകുമോ? ന്യായപ്രമാണ കൽപ്പനകളുടെ ആചരണം അവസാനിക്കുന്നുവോ? ദൈവജനത്തിന്റെ മഹാചരിത്രം ഇവിടെ അന്ത്യം കുറിക്കുകയാണ്. ശരിക്കും ഈ നാളുകളിൽ ചിലരെങ്കിലും സംശയിക്കുന്ന പോലെയുള്ള ചില ചോദ്യങ്ങൾ. ദേവാലയങ്ങൾ അടച്ചുപൂട്ടുന്നു, ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നു. എന്നേക്കുമായിട്ടോ? ആരാധനകൾ അപ്രസക്തമാകുന്നു. ദൈവത്തെ വിളിച്ചു പോകുന്ന മനുഷ്യർക്കിടയിൽ കഠിനമായ നിരാശ ബാധിക്കുന്ന നിമിഷങ്ങൾ. ഇവിടെയാണ് എസെക്കിയേൽ പ്രവാചകന്റെ വാക്കുകൾ അവരിൽ പ്രത്യാശ ഉണർത്തുന്നത്. ഒരു നവഭാവുകത്വത്തിലേക്ക് തങ്ങളുടെ മതജീവിതം പരിണമിക്കേണ്ടതിന്റെ ആവശ്യകത അവർക്ക് ബോധ്യപ്പെടുന്നത്. നോക്കുക, എത്ര വ്യക്തമായും സുന്ദരമായിട്ടുമാണ് എസെക്കിയേൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികളെക്കാൾ അധികം മത്സരിച്ചു. എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നില്ല, എൻ്റെ ന്യായങ്ങളെ പ്രമാണിച്ചില്ല എന്നൊക്കെ ദൈവത്തിൻ്റെ വാക്ക് അവരോട് പറഞ്ഞു തുടങ്ങുന്നു. നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും എൻ്റെ വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കിയതുകൊണ്ട് എന്നാണ് ഞാനും നിന്നെ ആദരിക്കാതെ എൻ്റെ കടാക്ഷം നിങ്കിൽ നിന്ന് മാറ്റിക്കളയും. ഞാൻ കരുണ കാണിക്കയില്ല. നിന്നിൽ 1/3 മഹാമാരി കൊണ്ട് മരിക്കും, ക്ഷാമം കൊണ്ടും അവർ നിന്റെ നടുവിൽ മുടിഞ്ഞു പോകും എന്നിങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാട് തുടരുകയാണ്. പിന്നീട് ഒരിക്കൽ പറയുന്നു, നിന്റെ വചനങ്ങൾ കേൾക്കുന്നു, എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായ് കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. എന്നാൽ ഈ ശകാരങ്ങൾക്കൊടുവിൽ പ്രവാചകൻ അവരിൽ പ്രത്യാശ നിറയ്ക്കുന്നു. ഈ കഠിനകാലം ഗുണപരമായ ഒരു മാറ്റത്തിലേക്ക് നമ്മുടെ സ്വഭാവത്തെ ഇളക്കേണ്ടതിനെക്കുറിച്ചാണ് അയാൾ പറയുന്നത്. അത്രേ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും,
കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ, ഉത്സവങ്ങളിൽ യെരുശലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഒടുവിൽ ദേവാലയത്തിൻ്റെ മഹത്വം തിരികെ നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞാണ് പ്രവചന പുസ്തകം അവസാനിക്കുന്നത്. എൻ്റെ നിവാസം അവരോടുകൂടി ഉണ്ടാകുമെന്ന ദൈവത്തിൻ്റെ വാക്കിൻ്റെ ഉറപ്പ് പോലെ സഖാവേ, ഈ കൊറോണ പ്രവാസത്തിലും നമ്മെ ധൈര്യപ്പെടുത്താൻ. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെ വ്യാജവാക്കുകളിൽ വിലപിക്കാതെ നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുവീനെന്ന് പറഞ്ഞ് ജെറമ്യ പ്രവാചകനെയും ബാബേൽ പ്രവാസകാലത്ത് ജെറുസലേമിനെ നോക്കി ദിവസം 3 പ്രാവശ്യം കുമ്പിട്ട് നമസ്കരിച്ചിരുന്ന ദാനിയേൽ പ്രവാചകനെയും ഓർത്തെടുക്കാൻ ഇതിൽ പരം നല്ല കാലമേതാണ്? സത്യമായും നമ്മളുടെ നിലപാടുകളെ ഒന്ന് പൊളിച്ചു പണിയാനുള്ളതാണ് ഏത് വിലാപകാലവും. നമ്മുടെ ദേവാലയങ്ങളുടെ മഹത്വത്തെ തിരികെ നൽകുന്നത് അത് മാത്രമാവും സഖേ. ആദരവോടെ, സഖേർ. നമസ്തേ. മനുഷ്യപുത്രൻ ഭൂമിയിൽ രണ്ടാമത് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യം യേശു ചോദിച്ചിട്ടുണ്ട്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് ഒരു ഉപമ പറഞ്ഞതിനൊടുവിലാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. ഗുരുവും പിതാവുമായ മാർ ഇവാനിയോസ് വളരെ കൗതുകകരമായൊരു വേർഷൻ ഈ ചോദ്യത്തിന് നൽകിയിട്ടുണ്ട്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ അവിടെ വലിയ പള്ളിയുണ്ടോ, കത്തീഡ്രലുണ്ടോ, മെത്രാച്ചനുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, വിശ്വാസമുണ്ടോ എന്നാണ്. ശരിക്കും ഒരു മഹാമാരിയിൽ ഉലഞ്ഞു പോകുന്നതല്ല വിശ്വാസത്തിൻ്റെ ദീപനാളം. ഈ നാളുകൾ പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാവുന്നതാകരുത്. വിശ്വാസത്തിൻ്റെ ആഴമറിയുന്ന നേരമെന്ന് മാത്രം കരുതുക. കാനാവിലെ അത്ഭുത വിരുന്നിൻ്റെ കഥ പറഞ്ഞ് നോമ്പ് തുടങ്ങിയവരാണ് നാം. യേശു അതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നാണ് തിരുവെഴുത്ത്. അത്ഭുതം കണ്ട് വിശ്വസിക്കുന്നവരെക്കുറിച്ചുള്ള പാഠമാണിത്. എന്നാൽ നോക്കുക, നോമ്പിൻ്റെ അവസാന നാളുകൾ എത്തുമ്പോൾ നാം ധ്യാനിക്കുന്നത് ഓശാന തലേന്ന് നടന്ന ലാസറിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചാണ്. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത യേശുവിനോട് പറയുന്നു, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ. യേശു അവളോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കാനാവിൽ അത്ഭുതം കണ്ട് വിശ്വസിച്ചവരും ഇതാ ഇവിടെ ബഥനിയിൽ വിശ്വാസത്താൽ ദൈവമഹത്വം കണ്ടവരും. സത്യമായും കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും നാം ജീവിക്കുന്നത്. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയന്മാരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്ന ആൾക്കൂട്ടങ്ങളാണ് വിജയകരമായ പള്ളി ജീവിതത്തിൻ്റെ അടയാളങ്ങളെന്ന് തെറ്റിദ്ധരിച്ചവർ മാത്രം ഭയപ്പെട്ടാൽ മതി വിജനമായ പള്ളിമുറ്റങ്ങളെ. ജീവിതത്തിൻ്റെ അർത്ഥം തേടി അവനെ അനുഗമിക്കുന്നവരെ വിലയ്ക്കാൻ ആർക്കാവും? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്നിങ്ങനെ എത്ര ദൃഢവിശ്വാസത്തോടെയാണ് സെയിന്റ് പോൾ അട്ടഹസിച്ച് പറഞ്ഞത്. ആകയാൽ ഭയമരുത്, ഉലയരുത്. തമ്പുരാന്റെ വാക്കുകളിൽ ശരണം വയ്ക്കുക. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവേൻ. കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവുമെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരികിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും.
മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഇതിനുമപ്പുറം എന്തുറപ്പാണ് സഖാവേ, ഉറച്ച വിശ്വാസത്തോടെ ഈ നിമിഷങ്ങളെ നേരിടാൻ നമുക്ക് വേണ്ടത്. ആദരവോടെ സക്കേർ. നമസ്തേ. ഒരു ശാബത ദിവസത്തെ കഥയാണ് ഈ ഞായറാഴ്ചയുടെ ധ്യാന വിഷയം. ശാബത നാളിൽ പള്ളിയിൽ വെച്ച് യേശു ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്നു. 18 വർഷങ്ങളായി അവൾ കൂനി പിടിച്ച് നിവർന്നു നിൽക്കാനാവാതെ കഴിഞ്ഞവളാണ്. പക്ഷേ യേശു ശാബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. അയാൾക്കതിന് കാരണമുണ്ട്. മോശയുടെ 10 കൽപ്പനകളിൽ ഒന്നാണത്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം നാൾ ഒരു വേലയും ചെയ്യരുതെന്നാണ് പ്രമാണം. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് ശാബത ദിവസം ശുദ്ധീകരിക്കാനാണ് അയാൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അയാൾ കലഹിക്കുന്നത്. പക്ഷേ യേശു അയാളെ തിരുത്തുന്നു. കപടഭക്തന്മാരെ, നിങ്ങളിൽ ഓരോരുത്തരും ശാബത്തിൽ തൻ്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? അങ്ങനെയെങ്കിൽ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ ഈ മകളുടെ ബന്ധനം ശാബത്തിൽ അഴിച്ചു കളയുന്നതിൽ എന്താണ് തെറ്റ്? മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ആചാരലംഘനം ഉണ്ടാവുന്നുണ്ട് എന്നിവിടെ വായിച്ചെടുക്കാം. ഇല്ലെങ്കിൽ വളരെ കൃത്യമായി മറ്റൊരിടത്ത് യേശു പറയുന്നുണ്ടല്ലോ, ശാബത് മനുഷ്യൻ നിമിത്തമാണ് ഉണ്ടായത്, മനുഷ്യൻ ശാബത് നിമിത്തമല്ല എന്ന്. ജനതാ കർഫ്യൂ ആണ് ഈ ഞായറാഴ്ച ഭാരതത്തിൽ. ആരും പുറത്തിറങ്ങരുത് എന്നാണ് ആഹ്വാനം. പൊതു നന്മയെ പ്രതി അതനുസരിക്കാൻ നിർബന്ധമായും നാം ബാധ്യസ്ഥരാണ്. യാത്ര ചെയ്യരുത്, വേല ചെയ്യരുത് എന്നൊക്കെയുള്ള അനേക നിയമങ്ങൾ പാലിക്കേണ്ട ജൂതന്മാരുടെ ശാബത് പോലെ ഒരു ദിനം. പക്ഷെ സഖാവേ, ഈ ദിനം മറ്റു ചില നന്മകൾ കൂടി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാക്കിയാലോ? ഒന്ന്, അവനിലേക്ക് നോക്കാനുള്ള ഒരു സാധ്യത ഈ ദിവസമുണ്ട്. നിവർന്നു നിൽക്കാൻ കഴിയാതെ കൂനിയായിരുന്ന ഒരുവളെ യേശു തന്നെ നോക്കാൻ പ്രാപ്തയാക്കിയത് ശാബത്തിലാണ്. നിരന്തരം ഭൂമിയിലും അതിൻ്റെ ആകർഷണങ്ങളിലും മാത്രം ദൃഷ്ടി പതിപ്പിച്ച് ഉയരങ്ങളിലുള്ളതിനെ ധ്യാനിക്കുവാൻ ഇനിയും വിടർന്നിട്ടില്ലാത്ത നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കാൻ, ഒന്നുയർത്താൻ ഈ ദിനത്തിലെ അടങ്ങിയിരിപ്പ് നമ്മെ സഹായിക്കും. കാരണം കലങ്ങിയ വെള്ളം തെളിയാൻ പോലും കുറെ നേരം വെറുതെ അനക്കാതെ വെച്ചിരുന്നാൽ മതിയല്ലോ. ഈ ലോക വ്യർത്ഥതയെ ഗ്രഹിക്കുവാൻ നമ്മുടെ മനോനയനങ്ങൾ പ്രകാശിക്കുന്ന ദിവസമാകണം ഇത്. രണ്ടാമത്, ഉള്ളിലേക്ക് നോക്കുക. ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെയും നാം പള്ളിയിൽ പോയിരുന്നത് പലതരം വളഞ്ഞ വഴികളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. അത്രയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്നും അല്ലല്ലോ സഖേ നാമെല്ലാം ജീവിക്കുന്നത്. ആരെയും ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പിന്നെ നമുക്ക് ദോഷമൊന്നും വരാതിരിക്കാൻ ചില വളവുകൾ, ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ എടുക്കുമെന്ന് മാത്രം. നോയമ്പ് ദിനങ്ങളിൽ പോലും നാം എത്ര കോംപ്രമൈസുകൾ നിഷ്ഠകളോട് നടത്തിയിരിക്കുന്നു. ശരിക്കും ദൈവമേ, ഇനിയും എത്ര നേരും നേർമയും വേണം എൻ്റെ ജീവിതത്തിന് ഞാനൊന്ന് നേരെയാവാൻ എന്നൊരു പ്രാർത്ഥനയാണ് ഈ ദിവസം ഉള്ളിൽ നിറയെ. മൂന്നാമത്, അപരനിലേക്ക് നോക്കുക. ബന്ധനമഴിക്കപ്പെട്ട ദിവസമാണെന്ന്. നമ്മുടെ ഉള്ളിൽ എന്തോരം കെട്ടുകളുണ്ട്. പകയുടെ, ആസക്തിയുടെ, വെറുപ്പിൻ്റെ, അസൂയയുടെ, അങ്ങനെ എത്രയെത്ര നൂലുകളിൽ നാം കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. ഉള്ളിലിതിങ്ങനെ ദിനം പ്രതി കുടുങ്ങി പിണയുകയാണ്, അവനവൻ കുരുക്കുന്ന കുരുക്കുകൾ പോലെ. ഇന്ന് പതിയെ കുറെ സമയമെടുത്ത് ആ കുരുക്കുകളൊക്കെ അഴിച്ച് നമ്മുടെ ഉള്ളിൽ പെടുത്തിയിരിക്കുന്ന ആ മനുഷ്യരെയൊക്കെ ഒന്ന് സ്വതന്ത്രരാക്കി വിടണം. അപ്പം നമ്മുടെ അകത്തൊക്കെ എത്ര സ്പേസാണ് ഉണ്ടാവുക എന്നറിയോ? കുറച്ചാളുകളെ കൂടി മനസ്സിലാക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഇടമുണ്ടാവുന്ന സമയം കൂടിയാണത്.
നാലാമത്, ലോകത്തിൻ്റെ നന്മകളിലേക്ക് നോക്കുക. യേശുവിനാൽ നടക്കുന്ന മഹിമകളാൽ പുരുഷാരമെല്ലാം സന്തോഷിച്ചു എന്ന് പറഞ്ഞാണ് വേദഭാഗം തീരുന്നത്. സത്യമായും നന്മകൾ ചെയ്യുന്നവരെ അഭിനന്ദിക്കുവാനും അവരെ അംഗീകരിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും നാം ഇനിയും പഠിക്കണം. ഉള്ളിലെ വളവും കുരുക്കുമൊക്കെ അഴിഞ്ഞാൽ പിന്നെ അത് സംഭവിക്കും. ജനതാ കർഫ്യൂവിൻ്റെ ഒടുവിൽ നമുക്ക് വേണ്ടി സുധീരം സേവനം ചെയ്യുന്നവരെ അഭിനന്ദിക്കാൻ അപ്പോൾ പിന്നെ നമുക്ക് മടിയുണ്ടാവില്ല സഖേ. ഭൗമിക ആകർഷണങ്ങളുടെയും കുടില വിചാരങ്ങളുടെയും കുരുക്ക് വീണ ചങ്ങലകളെ പൊട്ടിക്കാനുള്ള ദിവസമാകണം യേശുതമ്പുരാൻ ബന്ധനമഴിക്കുന്ന ഈ ശാബത്തിൻ്റെ ഓർമ്മ. ജനതാ കർഫ്യൂവിൻ്റെ ഈ ദിനവും ഒരർത്ഥത്തിൽ ചങ്ങല പൊട്ടിക്കാനുള്ളതാണ്. We should try to break the chain on this day of Janata Curfew. ആദരവോടെ സക്കീർ. നമസ്തേ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഇറക്കി വിട്ടത് ഓർമ്മയുണ്ട്. നിങ്ങളിൽ ബെസ്റ്റ് സ്റ്റുഡൻസിന് ചിലപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ കാണില്ല. അതുപോലെ ക്ലാസ്സിലെ കുട്ടികളെ മുഴുവൻ പുറത്തിറക്കിയ കഥകളുമുണ്ട്. ഇറക്കി വിട്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് എല്ലാം തീർന്നു, പഠിപ്പ് അവസാനിച്ചു എന്നൊക്കെയാണ്. പക്ഷെ പിന്നെ മനസ്സിലായി, ക്ലാസ്സിനുള്ളിൽ വെച്ച് മാത്രമല്ല അധ്യാപകർ പാഠം പഠിപ്പിക്കുന്നത്. ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടും ചിലത് പഠിപ്പിക്കാറുണ്ടെന്ന്. വിശ്വാസികളില്ലാത്ത ദേവാലയങ്ങളെന്ന വാർത്ത കണ്ടപ്പോൾ ഈ പഴയ സസ്പെൻഷൻ കാലമാണ് ഓർമ്മ വന്നത്. പള്ളിക്ക് പുറത്തു നിർത്തി ചിലത് പഠിപ്പിക്കുന്ന പോലെ. തിരുബലിയിൽ പതിവ് പോലെ സംബന്ധിക്കാനാവാതെ വന്നതിൽ സങ്കടം പറഞ്ഞവരേറെയുണ്ട്. സവിശേഷമായൊരു സാഹചര്യത്തിലാണ് ഈ നിയന്ത്രണങ്ങളെന്ന് നമുക്കറിയാം. എന്നാൽ അപ്രതീക്ഷിതമായ ഈ അനുഭവം ചില ഗുണപാഠങ്ങൾ സമ്മാനിക്കുന്നുണ്ടെന്നുകൂടി നാം അറിയണം. നിർവിഘ്നം അനുസ്യൂതം നാം ആസ്വദിച്ചു പോന്ന ആരാധനയുടെ നിമിഷങ്ങൾ എത്രമേൽ ലാഘവത്തോടും ആലസ്യത്തോടും നാം കണ്ടിരുന്നുവെന്ന് വ്യസനപൂർവ്വം ഓർക്കാൻ ഈ കാലം ഉപകാരപ്പെടും. തോമസ് എക്കംബിസ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റിൽ എഴുതിയിരിക്കുന്നത് നോക്കുക. ലോകത്തിൽ ഒരിടത്ത് മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുകയും ഒരു പുരോഹിതൻ മാത്രം പരികർമ്മം ചെയ്യുകയുമായിരുന്നെങ്കിൽ ആ സ്ഥലത്തെത്തി ദിവ്യരഹസ്യങ്ങളിൽ സംബന്ധിക്കാൻ മനുഷ്യർ എത്രമാത്രം ആഗ്രഹം കാട്ടിയേനെ. അവർണ്ണനീയമായ സൗഭാഗ്യത്തെ സാരവത്തായി പരിഗണിക്കാതെ അനുദിന പരിചയം മൂലം അലക്ഷ്യമായി തള്ളുന്ന മനുഷ്യഹൃദയം എത്ര കഠിനവും അന്ധവുമാണ്. ഈ വരികൾ ഇന്ന് എത്രയേറെ അർത്ഥവത്താണ്. നോഹ എത്രയോ ദിനങ്ങൾ പണിപ്പെട്ടാണ് മനുഷ്യർക്കൊരു രക്ഷാസങ്കേതം പണിതത്. മോശ എത്ര നാൾ തപസ് ചെയ്താണ് ദൈവകൽപ്പനകൾ സ്വീകരിച്ചത്. ശലോമോൻ എത്ര വർഷങ്ങൾ ശ്രമിച്ചാണ് അത്യുന്നതന്റെ ആലയം പണിതത്. എന്നാൽ നിസ്സാരന്മാരും പാപികളുമായ നാം ഭക്തിപൂർവം കുറച്ച് മണിക്കൂറുകൾ ചെലവഴിക്കാൻ മടി കാണിച്ച് എത്ര വട്ടം തിരുബലിയിൽ നിന്ന് അകന്നു നിന്നിട്ടുണ്ട്. യെരുശലേമിലെ ബലിപീഠത്തിൽ ബലികൾ നിന്നുപോയ കാലത്ത് മക്കാബിയർ കാട്ടിയ മാർഗം നാം ഓർത്തെടുക്കണം. യൂദാ മക്കബിയസും കൂട്ടരും മരുഭൂമിയിലേക്ക് പിൻവാങ്ങിപ്പോയി. അശുദ്ധമായവയിൽ പങ്കുപറ്റാതിരിക്കാൻ അവർ കാട്ടുചെടികൾ തിന്ന് ജീവിച്ചു. ഈ സെൽഫ് ക്വാറന്റൈനിൽ വ്രതശുദ്ധി പാലിച്ച ഇവരാണ് ബലിപീഠം പുനഃസ്ഥാപിച്ച് ജനത്തിന് ധൈര്യം പകർന്നത്. സെയിന്റ് പോൾ എബ്രായർക്ക് എഴുതിയ കത്തിൽ പറഞ്ഞതോർക്കുക. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? ഒടുവിൽ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായിട്ടാണ് ഈ പ്രഹരങ്ങളെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ദൈവശിക്ഷ എന്നൊക്കെ പറഞ്ഞ്
ഈ കാലത്ത് ഭീതി പരത്താൻ യാതൊരു ഉദ്ദേശവുമില്ല. പിന്നെയോ നമ്മുടെ അഹന്തയുടെ കുസൃതിത്തരങ്ങൾക്ക് മേൽ ലഭിക്കുന്ന ഇത്തരം അടികൾ നമ്മുടെ ബോധമുണർത്താനുള്ളവയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന്, മനുഷ്യർക്ക് മുമ്പിലെ പ്രകടനമല്ല, ദൈവത്തിനു മുമ്പിലെ സമർപ്പണമാണ് തിരുബലി അനുഷ്ഠാനമെന്ന് ഓർത്തെടുത്ത് സ്വയം തിരുത്താൻ എനിക്കും, സ്വന്തം സമയവും സൗകര്യവും അനുസരിച്ച് സംബന്ധിച്ചും സംബന്ധിക്കാതെയും ഇരുന്ന തിരുബലികളെ ഓർത്ത് സ്വയം തിരുത്താൻ നിനക്കുമുള്ള അവസരം കൂടിയായി ഈ സസ്പെൻഷനുകൾ പരിണമിച്ചാൽ നന്ന്. ആദരവോടെ, സഖേർ.